ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗോബി മഞ്ചൂരിയൻ, അതായത് കോളിഫ്ലവർ കൊണ്ട് മഞ്ചൂരിയൻ. ഇത് ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടുഡേ വി ഗോണ മേക്ക് കോളിഫ്ലവർ മഞ്ചൂരിയൻ ഓർ ഗോബി മഞ്ചൂരിയൻ. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. ഇതാണ് കോളിഫ്ലവർ. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ഓരോ ചെറിയ അല്ലികളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് ഉപ്പ് വെള്ളത്തിൽ കഴുകി വച്ചിരിക്കുന്നതാണ്. ഇതോണം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇതാണ് 1 കപ്പ് മൈദ, പിന്നെ അത്രയും ക്വാണ്ടിറ്റി കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. വെള്ളം അധികം ആവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി കുറയുകയും ചെയ്യരുത്. ആ പരുവത്തിന് കുഴച്ചെടുക്കാം. അധികം തിക്കുമല്ല അധികം ലൂസുമല്ലാത്ത രീതിയിൽ ഞാൻ ബാറ്റർ ഉണ്ടാക്കിയെടുത്തു. അതായത് നമ്മൾ കോളിഫ്ലവർ ഇതിൽ മുക്കി വറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒത്തിരി മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കരുത്, എന്നാൽ തീരെ ഇല്ലാതെയും വരരുത്. ആ പരുവത്തിന് വേണം ആട്ടയുടെ തിക്നെസ്. നമുക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ അതിലൊഴിക്കാൻ ആവശ്യത്തിനായിട്ട് ഈ ബോളിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും 2 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിലും 2 ടീസ്പൂൺ ഒഴിക്കാവുന്നതാണ്. ഞാൻ അതിന് പകരം ചില്ലി പൗഡറാണ് ഇടാൻ പോകുന്നത്. ഇത് ഇളക്കി റെഡിയാക്കി വയ്ക്കാം. ഈ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അത് ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമാണ്. ഇനി നമുക്ക് വേറെ ഒരു ബോളിലോട്ട് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്ത് വയ്ക്കാം. ഇത് ഒരു ചെറിയ സവാള ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പാനിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഈ കോളിഫ്ലവർ കുറച്ച് ഈ ബാറ്ററിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണ ചൂടായി ഈ കോളിഫ്ലവർ ഈ ബാറ്ററിൽ മുക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്യാതെ ആവശ്യത്തിന് പാത്രത്തിൽ കൊള്ളുന്ന അത്രയും മാത്രം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ഓവർ ഫ്രൈ ചെയ്യാതെ ഒരു 2 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇത് റെഡിയായി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. കോളിഫ്ലവർ മഞ്ചൂരിയനുള്ള കോളിഫ്ലവർ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് മഞ്ചൂരിയന് വേണ്ടിയുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ആ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണയിൽ നിന്ന് ഒരു തവി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് വഴറ്റാം.
ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടി നന്നായി സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിളായിട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിലിട്ടിരിക്കുന്ന ഒരു ഉള്ളിയും പിന്നെ ഞാൻ ഇടാൻ പോണ ഒരു 1/4 ഭാഗം ക്യാബേജും കൂടെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴണ്ട് കിട്ടി. ഈ ക്യാബേജ് ഇനി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഈ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തു. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇത് 1 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിരുന്നു. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചില്ലി സോസ് ഒഴിച്ചാലും മതി. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരുന്ന വിനീഗർ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതും ഒരു 1/2 മിനിറ്റ് നേരത്തേക്ക് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കോളിഫ്ലവർ മഞ്ചൂരിയന് നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ നമ്മുടെ ചെറിയ ബോളിൽ 2 ബോൾ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഈ വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഗ്രേവിയിൽ ഒഴിക്കാനുള്ള കോൺഫ്ലവറാണ്. ഇത് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ 4 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി വച്ചിരിക്കുന്നതാണ്. ഈ വെള്ളം തിളച്ചു ഈ ഗ്രേവി തിക്കായി കിട്ടാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. കോൺഫ്ലവർ മിക്സ് ഒഴിക്കുക. ഇതിനി ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ തന്നെ തിക്കായി കിട്ടും. ഇത് തിക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി ആവശ്യത്തിന് തിക്കായി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഇപ്പോഴും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഉള്ളിത്തണ്ട്. എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയ കാരണമാണ് ഞാൻ ഇടാത്തത്. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മേളിൽ സ്പ്രിംഗ് ഓണിയനും മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാൻ മല്ലിയില മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടെ ഫീഡ്ബാക്ക് തരിക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Our delicious cauliflower Manchurian is ready. It is really very tasty. Please try and leave a comment for me. If you like my video, please like and comment, and please don't forget to subscribe my channel. Thank you for watching. See you soon with another video. Until then, everyone take care and bye.